ഹായ് ഗീസ്, അയ്യോ എനിക്ക് വയ്യേ. ഹായ് ഗീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം. സത്യം പറഞ്ഞ രണ്ട് കൈ അനക്കാൻ വയ്യ, വയ്യ ഗീസ്. രണ്ട് കൈയും രണ്ട് ചെസ്റ്റിന്റെ ഇവിടെ അനക്കാൻ വയ്യ സത്യമായിട്ടും. ഇന്നത്തെ ദിവസം കടുത്ത് ഗീസ്, സത്യം പറയല്ല. ഇന്നലെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ എണീറ്റപ്പോ ഇപ്പോഴത്തെ സമയം 11:53 ഇപ്പോഴല്ല ഞാൻ എണീറ്റത് ഏകദേശം 11 മണിയായപ്പോ 11 മണിക്ക് മുമ്പ് പിന്നെ എണീറ്റ് പൊങ്ങാൻ വയ്യ, ഭയങ്കര ശരീരം വേദന. കഴിഞ്ഞ ദിവസം 4 മണിക്ക് നമ്മുടെ ശ്രീകുട്ടനെ കിളിമാനൂര് കൊണ്ടാക്കാൻ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിയത്. ഏകദേശം 4 മണിയായി ഗീസ്. അപ്പൊ സമയം ഇപ്പം 3:45. ശ്രീകുട്ടനെ കൊണ്ടാക്കാൻ വന്നതാണ്. ശ്രീകുട്ടൻ അവന്റെ ജോലി സംബന്ധമായിട്ട് എന്തോ ആവശ്യം. എവിടെയാ മീറ്റിംഗ്? എവിടെ? എറണാകുളത്ത് പോകണം. അവനെ കൊണ്ടാക്കാനായിട്ട് 4 മണിക്ക് 3:45 വന്ന് അവനെ കൊണ്ടാക്കിയിട്ട് പോയിട്ട് വേണം കിടന്നുറങ്ങിയിട്ട് നിങ്ങളിപ്പോൾ കണ്ട ഇൻട്രോയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. 4 മണിക്ക് കിടന്നുറങ്ങിയിട്ട് 11 മണിയായപ്പോഴാണ് എണീറ്റത്. 11 മണിയല്ല 10 മണിയായപ്പോൾ എണീറ്റ് തല പൊക്കി. എനിക്ക് വയ്യ ശരീരമൊക്കെ എവിടേക്കൊക്കെയോ വേദനയുണ്ട് കേസ്. ഒന്നും വർക്കൗട്ടും ചെയ്തില്ല, വാമപ്പായിരുന്നു. പക്ഷെ ആദ്യത്തെ 2-3 ദിവസം നല്ല വേദനയായിരിക്കും. തിങ്കളാഴ്ച തൊട്ട് മെഷീനിലൊക്കെ കയറി വർക്കൗട്ട് തുടങ്ങുന്നതാണ്. ഇതപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എണീറ്റുള്ളൂ പോയി ഫുഡ് കഴിക്കണം. ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതുപോലെ മുട്ട കാര്യങ്ങളൊക്കെ തവിച്ചു വയ്ക്കാൻ പറഞ്ഞു. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ എന്തായാലും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. വയ്യ ഗീസ്. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇന്നത്തെ കാപ്പി എന്ന് നോക്കാം. പുട്ടാണെന്ന് തോന്നുന്നു ഗായ്സ്. അതെ, ഉപ്പുമാവും മുട്ട ഉണ്ട്, പഴമുണ്ട് കേട്ടോ. പഴമുണ്ട്, ഉപ്പുമാവ്, 2 മുട്ട, കട്ടൻ ചായ. ആഹാ. അങ്ങനെ രാവിലത്തെ ഫുഡ് നമുക്ക് ഹെൽത്തി ആക്കാം. ആദ്യം ഒരു മുട്ട കഴിക്കാം, എന്നിട്ട് നമുക്ക് ഓരോന്നും തീർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഗേസ്. അപ്പം നമ്മുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ തൊട്ടപ്പുറത്താണ് നന്ദുചേട്ടൻ്റെ വീട് ആ കാണുന്നത്. അവിടെ ഇന്ന് അച്ചുവിനൊക്കെ പെയിന്റ് അടിയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് പെയിന്റ് അടിക്കുന്നുണ്ടോ അതൊക്കെ നോക്കാം. കള്ളപ്പണിയാ ഇത്. ഫോണിൽ കളിക്കണ എന്തൊരു കോള് ഇതെഴുത്. എടാ ഉടായിപ്പാ, എന്ത് പറ്റിയിരുന്ന പതിവില്ലാതെ പണിയെടുക്കുന്നു. ഓ, ഇതെങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാ അതൊന്ന് പഠിത്തത്തിന്റെ ഇടയിലൂടെ? കഷ്ടപ്പാടാണ്. അതെ, പാർട്ട് ടൈം ആയിട്ടും ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഓരോരോ കലാവിരുദ്ധമാണത്. അയ്യോ തളർന്ന്. പൊക്ക ഇല്ലാത്തോണ്ട് എവിടെയും കയറി നിൽക്കുക. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാനും അച്ചു തമ്മിലൊരു ചലഞ്ച് ഉണ്ട്. അതായത് ആദ്യം 55 കിലോ ഇവ അടിക്കുമെന്ന് പറയുന്നുണ്ട്, ഞാൻ അവന് മുമ്പേ അടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവന് 48 കിലോ, എനിക്ക് 48 കിലോ. എനിക്ക് 47.8, ഇവന് 40 എത്രയൊക്കെ ഉള്ളൂ. 47 ഉള്ളൂ നമുക്കൊക്കെ. അപ്പം നമുക്ക് ആരാണ് ആദ്യം 55 അടിക്കണേന്ന് നോക്കാം. ഇവൻ ജിമ്മിൽ വരൂല, ഹോം വർക്കൗട്ടാണെന്ന് പറയുന്നത്. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ വരും. ഫസ്റ്റ് വീഡിയോയിൽ ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ആദ്യം ഒരാഴ്ച പോയി കാണിക്കും. ഒരാഴ്ച പോയി ഞാൻ കാണിക്കും. അതൊക്കെ വിടാ, എവിടെ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അത് വിഷയമുള്ള കേസല്ല. 55 കിലോ ആരാദ്യം അടിക്കും അല്ലടാ? കാണാം. എന്നാ എനിക്ക് കോള് വിളിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കാണണം. എന്തിനായിരുന്നു നിനക്ക് ഡയലോഗ് വീട്ടിൽ കിടന്നപ്പോ? ഒറ്റ ദിവസം ജിമ്മിൽ പോയെങ്കിൽ അത് കാണിക്കും. അച്ചുതാ അടുത്ത ആഴ്ചയായിട്ട് ജിമ്മിൽ വരെ ബുക്ക് ചെയ്ത്. തേജി ഇതറാ എടാ, 2 കൂടെ ചവിട്ടി മറിച്ചളയുന്നില്ല. ഇതിനൊക്കെ ഡയലോഗുകളായിരുന്നല്ലേ. ഇതിന് നീ അവിടെ ബാത്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്ന്. അതാണ് ഇൻസൾട്ട്. എനിക്കും വേണം കുറെ. 55 കിലോയിൽ കാണാൻ നിന്നെ കൂടുതൽ സംസാരമൊന്നുമില്ല. എങ്ങനെ നമ്മുടെ അച്ചുവിനോട് വിട പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. അച്ചു അങ്ങനെ പറയരുത്. അച്ചു പോയിട്ട് ഒരു ടാറ്റ പറഞ്ഞേ. പോയി ഒന്ന് മുടി വെട്ടാണ്, ചെറുതായിട്ട് വെട്ടിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ വന്നായിരുന്നു. പക്ഷേ ആ ചേട്ടൻ ചോറ് കഴിക്കാൻ പോകണം. അപ്പോൾ 2:15 കഴിയുമ്പോൾ വരാൻ പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ വരാം. കേസ് അങ്ങനെ നമ്മുടെ ജീപ്പ് കണ്ടപ്പോഴത്തേക്ക് തക്കുടിന് ജീപ്പിന്റെ ഇവിടെ എന്തോ വരച്ചില്ല, അത് ഫുള്ള് വരച്ച് തീർക്കുമെന്ന് പറഞ്ഞു. തക്കുട് തീർക്കൂലേടാ? പിന്നെ അല്ല, ഈ തക്കുടുവിന് റേഷൻ കടയിൽ പോയി കൈ പതിപ്പിക്കണം. ഇതുവരെ പതിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേടാ? കൈയൊക്കെ ഉണ്ടാടാ, അത് തേഞ്ഞ് കയറുന്നു പോയാ? പോയി എല്ലാം പോയി. കൈ നിന്ന് നീട്ടിക്ക്. പോയി തഴമ്പൊക്കെ വന്നേട്ടെ. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തഴമ്പ്
ഇതിലെവിടെയാണ് തഴപ്പ്? അത് കഴിഞ്ഞ ദിവസം പോയതാ, ഞാൻ ജിമ്മിൽ പോയതുകൊണ്ട് എല്ലാം പൊട്ടിച്ചു കളഞ്ഞതാ കേസ്. അപ്പൊ എന്തായാലും ഇവനെ റേഷൻ കട വരെ പോകണം. ഇവന്റെ വണ്ടിയിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒന്നുമില്ല. എനിക്ക് വഴിയിൽ കിടന്ന അന്നത്തെ പോലെ അന്ന് നിങ്ങളെ കണ്ടല്ലോ തള്ളാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ പോവാന്ന്. അപ്പൊ എന്തായാലും കേറ്, എന്തായാലും റേഷൻ കട വരെ പോയിട്ട് വരാം. ഗീസ് തന്നെ നമ്മൾ പമ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിലും എണ്ണ അടിച്ചു, അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ബൈക്കിലും എണ്ണയില്ല, അവൻ്റെ ബൈക്കിലും എണ്ണയില്ല. അപ്പോൾ രണ്ടിലും 50 രൂപ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. റേഷൻ കടയിൽ പോയിട്ട് അവിടെ അടച്ചേക്കുന്നത്, മുടിവെട്ട കടയിൽ പോയിട്ട് അവിടെയും പുള്ളി ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ 2 പരിപാടിയും നടന്നില്ല. അങ്ങനെ എണ്ണ അടിക്കൽ നടക്കട്ടെ. ഗീസ് അങ്ങനെ നമ്മൾ കളർ വരെ വന്ന സ്ഥിതിക്ക് നമ്മുടെ അമ്പൂൻ്റെ അനിയത്തിക്ക് കുറച്ച് നട്ട്സും അതുപോലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നായിരുന്നു. അവൾക്ക് ബ്ലഡ് കുറവ്, അങ്ങനെ അതും മേടിച്ചിട്ട് നേരെ ഇനി അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അല്ലേ അല്ലേ? അതെ, നമ്മൾ മാതളം കൂടെ മേടിക്കാൻ വന്നിട്ടുണ്ട്, 1/2 കിലോ മാതളം. ഗീസ് അങ്ങനെ മുടി വെട്ടിയിട്ടുണ്ട്, മുടി വെട്ടി തക്കടും ഉണ്ട്. നമ്മളങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് ഇനി വീട്ടിലോട്ട് പോകണം. ചോറ് കഴിച്ചില്ല ഗീസ്. അപ്പം മുടിയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ പ്രീമിയർ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത് 5 മണിക്ക്. ഗീസ് ഡെയിലി നമ്മൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 മണിക്കായിരിക്കും. അപ്പോൾ 5 മണിക്ക് ഫ്രീ ആയിട്ടുള്ളവരെല്ലാവരും 5 മണിക്ക് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ പ്രീമിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യണോ അതോ നോർമലായിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയോ നിങ്ങൾ താഴെയായിട്ട് കമന്റ് ചെയ്യുക. ഞാൻ താഴെയായിട്ട് ഒരു പോളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചേക്കാം, നിങ്ങൾ അതിന് താഴെയായിട്ട് കമന്റ് ഇട്ടാൽ മതി. പിന്നെ ടെഡിയുടെ പേര് ചുക്കി, അതുപോലെ തന്നെ ഡോറ, അങ്ങനെ കുറച്ച് പേര് വന്നതാണ്. ചുക്കി എന്നുള്ള പേര് കുഴപ്പമില്ല, അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുക്കി എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങൾ താഴെയായിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഭാസ്കരൻ, രാമപിള്ള, അങ്ങനെ കുറെ ഫണ്ണായിട്ടുള്ള പേരുകളും വന്ന്. അപ്പൊ അങ്ങനത്തെ പേരുകൾ വേണോ അതോ ചുക്കി എങ്ങനെയുണ്ട് ഗീസ്? ചുക്കി ഞാനും കള്ളനും ചുക്കി ഗീസ്, ആ പേര് മതിയോ നിങ്ങൾ താഴെയായിട്ട് കമന്റ് ചെയ്യുക. സമയം ഇപ്പൊ 4 മണിയായി. ഉമ്മ ഇതുവരെ ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ തക്കുടൂനെ വിരൽ പതിപ്പിക്കാനായിട്ട് നേരത്തെ നമ്മൾ പോയായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പൊ എന്തായാലും അവൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗീസ് മുടി വെട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ നീ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത്, പക്ഷെ നേരെ ബാക്ക് ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്ക് അത്ര പോരാ. അപ്പോൾ എന്തായാലും മുടി വെട്ടിയത് എങ്ങനെയുണ്ട് താഴെയായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു ക്രീം മേടിച്ചു, ആ ക്രീം ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ മുടി ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വൈകിട്ട് പോയിട്ട് വന്നിട്ട് നേരെ ജിമ്മിൽ പോകണം. അപ്പോൾ എന്തായാലും 5 മണിക്ക് വീഡിയോ. ഉമ്മ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ എൻ്റെ വീട്ടിൽ കാണുള്ളൂ. നമുക്ക് തക്കുടൂൻ്റെ കൂടെ പോയിട്ട് വരാം. അങ്ങനെ നിതിനൊക്കെ വന്നിട്ടുണ്ട്, നിതിനും തക്കുടും ഉണ്ട്. എന്തായിരുന്നു ആര്? റിജാസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, അതെനക്ക് അങ്ങ് പറഞ്ഞാൽ മതി, ഉരുണ്ട് വന്നാൽ മതി. ഗീസ് നമുക്ക് എന്തായാലും ഒന്ന് കളർ വരെ പോകണം. വേറെ ഒന്നുമല്ല, എന്റെ വണ്ടി വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കണം. അത് മാത്രമല്ല തക്കുടുവിന് അവിടെയും പോകണം. പിന്നെ നമ്മുടെ നിതിൻ ഇന്ന് തൊട്ട് പഠിക്കാൻ പോയി തുടങ്ങി. ഗീസ് നിതിൻ ഇന്ന് തൊട്ട് പഠിക്കാൻ പോയി തുടങ്ങി. കുറെ എല്ലാരും +2 ഒക്കെ തീരാറായി. +1 എല്ലാരും പഠിച്ച് തീരാറായപ്പോഴാണ് നിതിൻ പഠിക്കാൻ പോയത്. ഡേയ് ആ സൈഡിലോട്ട് മാറിയുന്നേ. ആ നിധി ഇന്നോട്ട് മുതിർമല പഠിക്കാൻ പോയി തുടങ്ങി. അഡ്മിഷൻ എടുത്ത് ഇന്ന് ക്ലാസ്സിൽ കയറിയാ? ഇന്ന് ക്ലാസ്സിൽ കയറിയില്ല, തിങ്കളാഴ്ച. ഏത് വിഷയമാടാ? ഹ്യൂമാനിറ്റീസ് പഠിക്കാനായിട്ട് നമ്മുടെ ബോയ്സിലല്ലേ ഗേൾസിൽ പഠിക്കാൻ പറ്റൂടാ. ഗേൾസിൽ പഠിക്കാൻ പറ്റും. ഗേൾസിൽ ഒറ്റ സീറ്റ് ഉണ്ട്, ബോയ് സീറ്റ്. ഈസപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ കാർ കൊണ്ടുവന്ന് കളർ ഇടണം കേട്ടാ, കാർ കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കണം. അപ്പൊ എന്തായാലും വാപ്പ വിളിച്ച്, ഇതിന്റെ ബെൽറ്റ് ഭയങ്കര സൗണ്ട് കറങ്ങുമ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കൊണ്ട് ഇട്ടിട്ട് വരാം. താറാവിനെ പോലെ ഒരുത്തം വരുന്നു. എല്ലാവർക്കും അടുത്ത് നിനക്കാടാ? ഓ സോറി, നീ ജിമ്മില് വരുന്നില്ലല്ലേ? സോറി, പോട്ട്. അതില്ല, നമ്മള് മേടിച്ചിരിക്കുക. അങ്ങനെ ഇതാ വിരല് പതിപ്പിക്കാൻ എനിക്കുന്ന തക്കട്. പാവം കേട്ടോ റിയാസിന്റെ കാര്യം തീരുമാനമായി. റിയാസ് വണ്ടി വരെ ഓടിപ്പോയി തൊട്ടിട്ട് വേടാ, പറ്റൂല. വേറെ എന്ത് പറഞ്ഞാലും കേൾക്കുന്നത്. ഇവരുടെ സാധനമൊക്കെ മേടിച്ചിട്ട് കുടുംബസ്ഥനൊക്കെ ചോറയൊന്നും കളഞ്ഞില്ല. നമ്മുടെ അലോയി പുതിയ അലോയി ആയതുകൊണ്ട് അതിന് ബോക്സ് അത് വേണം. അപ്പോൾ അത് നോക്കി എടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ മേടിക്കാം. കാര്യം എവിടെയെങ്കിലും വെച്ച് ടയർ അല്ല വണ്ടി വഴിയിലായി പോയി ടയറെങ്കിലും ഊരണ്ടേ അല്ലേ? അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ കളറൊക്കെ പോയി വണ്ടിയൊക്കെ റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഉമ്മതാ ഇവിടെ ഇരുന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് എന്തായാലും ജിമ്മിലോട്ട് പോകണം. കറണ്ട് ഇതുവരെ ഇല്ലല്ലോ അമ്മ? കറണ്ട് ഇല്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് ജിമ്മിലോട്ട് പോവാം. എന്തായാലും ജിമ്മിൽ പോകുമ്പോൾ ഒരു പഴം കൂടി കഴിച്ചിട്ട് പോവാം. ഏതാ ഗൈസ്? അപ്പോൾ നമ്മൾ ജിമ്മിലോട്ട് പോകണം. നീ ഇവിടെ പോയ
ഇതാര് പണി കഴിഞ്ഞെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് പൊടി എടുക്കുക പുറത്ത് വയ്ക്കുക. നല്ല പണിയായിരുന്നു. ഓ ഓ ഓ നമ്മളും ചെയ്ത് നമുക്ക് പകുതി കൂലിയിട്. എന്ത് പകുതി നമുക്കില്ലേ? കണ്ടില്ലല്ലോ. ഓക്കെ 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 ശരി ശരി പോട്ടെ. പോട്ടെ ശരി. നമ്മൾ ചെയ്തതിന് വിലയില്ല. ഓ പോടാ ഗേസ്. അപ്പൊ നമുക്ക് എന്തായാലും ജിമ്മിലോട്ട് പോവാം. അലോയൊക്കെ മാറിയപ്പോ വണ്ടി കിടക്കണ ലുക്ക് നോക്കി. ഫ്രണ്ട് നോക്കുമ്പോ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീലൊക്കെ വളഞ്ഞു കിടക്കണേ. ഏതാ എങ്ങനെയുണ്ട്? പിന്നെ എന്റെ അല്ലേ വണ്ടി, ഏത് വണ്ടി ആയാലും. ഗേസ് അപ്പൊ നമുക്ക് നേരെ ജിമ്മിലോട്ട് പോവാം. ഗേസ് അങ്ങനെ നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തക്കുടു എന്നും നമ്മളോടൊപ്പം വരുന്നുണ്ട്. അതുകൊണ്ട് തക്കുടുവിന് നമ്മളൊരു ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചത്തെ ചലഞ്ചാണ്. ആ ഒരാഴ്ചത്തെ ചലഞ്ച് തക്കുടു കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത ആഴ്ച തക്കുടിനെ ജിമ്മിൽ കൊണ്ടുപോകും. ചലഞ്ച് തക്കുടു അക്സെപ്റ്റഡ് ആണ്. അക്സെപ്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇന്ന് ദിവസോടാ? ഇന്ന് വെള്ളി. അടുത്ത വെള്ളിയോട് കൂടി തക്കുടു നമ്മളോടൊപ്പം ജിമ്മിൽ വരുന്നതായിരിക്കും. നോക്കട്ടെ. ചുമ്മാ കൊടുത്തിട്ട് കാര്യമില്ല. ചലഞ്ച് കൊടുത്ത്, അതാണ് ചലഞ്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ഓക്കെ. നോ ചീറ്റ്. ഓക്കെ എന്നാ താക്കോല് വെച്ചോ. നമ്മള് പോയിട്ട് വരാം. എടുത്തോണ്ട് പോകും. അപ്പൊ ഇന്നോട്ട് വെയിറ്റ് ട്രെയിനിങ് തുടങ്ങാന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്കൊന്ന് വാമപ്പ് ചെയ്തിട്ട് പോകാം. കമോൺ. വാമപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വർക്കൗട്ട്. അങ്ങനെ നമ്മുടെ ചെസ്റ്റിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. മൂന്നെണ്ണം കഴിഞ്ഞു. ഇത് അത് പിന്നെ ബാക്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ചെയ്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? യമ്മി. ഉറക്കമായോ കുട്ട ഉറക്കമായോ. ഏയ് ചെസ്റ്റ് വലുതായാ നോക്കിയേ. ജസ്റ്റ് വലുതായാ നോക്കിയേ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം കേട്ടോ. അപ്പൊ ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. എവിടെ എന്റെ പ്രോട്ടീൻ കേസ്? അങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇതാ എനിക്ക് കഴിക്കാനായിട്ട് മുട്ടയും അതുപോലെ തന്നെ പഴവുമായിട്ട് ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട്. യൂട്യൂബൊക്കെ കണ്ട് വ്ലോഗ് കണ്ടാമ. എങ്ങനെയുണ്ട്? കൊള്ളാം ഗേസ്. അപ്പൊ നമുക്ക് എന്തായാലും മുട്ട കഴിക്കാം. എത്ര മുട്ട? 2 മുട്ട. നാടൻ മുട്ടയാണ്. അപ്പൊ എന്തായാലും കഴിച്ചിട്ട് വരാം ഗേസ്. അങ്ങനെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഗേസ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് മേടിച്ച് ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ ബ്രാൻഡൊന്നും കാണിക്കില്ല. അപ്പൊ നമുക്ക് എന്തായാലും ആ തലയിലിടുന്ന സാധനം ഇടാം. അപ്പൊ മുടിയാണ്ട് ഇങ്ങനെ കുളിച്ചിട്ട് വന്നാൽ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം 1-2 പേര് കമൻ്റൊക്കെ ഇട്ട് ബ്രോ ഇപ്പം മുടി കാണാൻ കൊള്ളാന്നൊക്കെ. പിന്നെ ഞാനങ്ങ് വിചാരിച്ച് ചുമ്മാ മുടി കോതി ഒതുക്കി എന്തിനാണ് വെറുതെ സമയം കളയണം. ഞാൻ ചീപ്പ് ഉപയോഗിച്ചിട്ട് ഏകദേശം +2 സമയത്താണ് ഞാൻ അവസാനം ചീപ്പൊക്കെ ഉപയോഗിച്ചത്. പിന്നെ ചീപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഫുള്ള് കൈ കൊണ്ടുള്ള പരിപാടിയാണ്. ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. കേസ് അങ്ങനെ ഞാനൊന്ന് ക്ലബിലോട്ട് പോയിട്ട് വരാം. ഇപ്പോഴാണ് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഷർട്ടൊക്കെ ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ക്ലബിലോട്ട് പോയിട്ട് വരാം. അങ്ങനെ ഇവിടെ തക്കുടു ഇവിടെ ഒരു പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തക്കുടുവിൻ്റെ ഒരു കിടിലൻ പാട്ട് നമ്മുടെ തക്കുടുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. ഇവിടെ എല്ലാം ഉണ്ട്. ബോഡി തന്നെ പണിക്ക് പോയാൽ വീട്ടിൽ പോകണം നിന്ന് കളിച്ചോളും. അങ്ങനെ തൂക്കുന്ന പുതിയ സാധനമൊക്കെ ഇറച്ചി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്ത്. അതെ ഗുഡ്. ചോറ് ഗീസ്. ഇത് നെല്ലിക്കയും അതുപോലെ തന്നെ ഉപ്പ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിച്ചാലോ. ഇതിന് ചീമ്പലിക്കാന്നല്ലേ പറയുന്നത്? ചീമ്പലിക്ക. നിങ്ങൾ അവിടെ ഇതിന് എന്തിരുന്ന് പറയുന്ന താഴെയായിട്ട് കമന്റ് ചെയ്യാ. ഇത് എടുക്കുക. ഭയങ്കര പുളി. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ 2 ഭാഗത്തും ഇങ്ങനെ തേക്കുക. ഇങ്ങനെ മണ്ടയിലോട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക.
കിട്ടുന്ന സാധനം കുറെ നാളായി ഒരുപാട് സാധനം. ഇതിന് നിങ്ങൾ നാട്ടിൽ എന്തിനു പേര് പറയുന്നതായിട്ട് കമന്റ് ചെയ്യാം. രാത്രി കിടക്കാറുള്ളതാണ്, അധികം കഴിക്കില്ല. വാപ്പാടെ എക്സ്പ്രഷൻ അടുത്തതായിട്ട് ഇതാ അനിയൻ തിന്നുന്നു. എക്സ്പ്രഷൻ വരൂല. ഓ എക്സ്പ്രഷൻ വരാതെ കഴിക്കണം. നീ കഴി. എക്സ്പ്രഷൻ വരാതെ കഴിക്കും. ഓ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണേന്ന്. ഇതിന്റെ പേരാണ് അമ്പഴങ്ങ. ഇങ്ങോട്ട് കാണിച്ചേ. ഇതാണ് അമ്പഴങ്ങ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടോന്ന് പറയാ. ഇതുമ്പോ എന്തിനാ അച്ചാറിടല്ലേ? അപ്പൊ ഇത് അച്ചാറിട്ട് അരിയില്ലേ? അമ്പഴങ്ങ ഉമ്മ അത് അച്ചാറിട്ടിട്ടുണ്ട്. ഓ ഇത് നാളെ തുറന്ന് നോക്കണം, അടച്ചു വെച്ചേക്കാം. ഇങ്ങനെ തിന്നാവോ? ഇങ്ങനെ എന്നിട്ട് വലിയ ഇതൊന്നും ഉണ്ടാ? അത് ഉപ്പൊക്കെ പിടിക്കട്ടെ. കൊള്ളായിരുന്നു. സ്റ്റോറേജ് ഫുള്ളായി പോണ. അതാണ് കുഴപ്പം. കൊള്ളാം. നാളെ നോക്കണേ. നാളെ ആകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ വന്നു. ഒന്നുകൂടെ താമോ കുറച്ചുകൂടെ. ഞാൻ കയ്യിൽ വെള്ളമായി. കൊള്ളാൻ കേട്ടാ. ഒരെണ്ണം തിന്നുമ്പോ കൊള്ളാം. കടുവൊക്കെ വരട്ടിയാണ് ചെയ്യണത്. എന്തൊക്കെയാന്ന് പറയണ്ടേ? പറഞ്ഞോ. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കടു ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത്, പറ്റലുളവ് പൊടിച്ചത്, മുളക് പൊടി, ശക്കല മഞ്ഞപ്പൊടി, ഉപ്പ്, കായം. അങ്ങനെ ഇതാ ചോറുമായി ഉമ്മ വന്നല്ലോ. ഉച്ചക്ക് ചോറ് വന്നില്ല. അതുകൊണ്ട് ചോറ്, മുട്ട പൊരിച്ചത്, മീൻകറി, മീൻ പൊരിച്ചത്. ഞാൻ ഇവിടെ ഇരുന്നാണ് അധികം ചോറ് തിന്നാറാ. ചോറെല്ലാം എന്ത് തിന്നണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നാണ് തിന്നുന്നത്. ഇനി ഒരു ടേബിൾ മേടിച്ചിട്ട് വേണം ഇവിടെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് തിന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഔട്ട്രോ പറയാം. കേസ് അന്നത്തെ ഈ ചെറിയ വ്ളോഗത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് നാളെ കാണുന്നവരെ ബൈ ബൈ. കേസ് ലവ് യു ഓൾ. ടാറ്റാ.